ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നു ഈസി കുക്കിംഗ്. അപ്പോൾ ഇന്ന് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അമൂലിൻ്റെത് ഒരു ഡയറി പ്രോഡക്റ്റ് ആണ്. അത് കാരണം നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും നോൺ ഡയറി പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അമൂലിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ഐസ്ക്രീംസും അല്ലെങ്കിൽ പുഡിങ്ങും ആണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ഞാനൊരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ ബീറ്റ് ചെയ്യേണ്ട പാത്രവും വിസ്കും കൂടെ ജസ്റ്റ് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് വന്നിട്ടുള്ളതാണ്. ഈ പാത്രം നമുക്ക് ഐസ് ക്യൂബ്സിൻ്റെ പുറത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അടുത്ത് ഞാനിവിടെ അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ഫ്രീസറിലാണ് പൊതുവെ സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ക്രീം നമുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീസറിൽ നിന്ന് എടുത്ത് തലേദിവസമേ എടുത്ത് താഴെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ക്രീമൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ്റും ക്രീമും എല്ലാം ഒരുമിച്ച് നന്നായിട്ട് ചേരാനാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു 15 മുതൽ 20 മിനിറ്റോളം കൈകൊണ്ടാണ് ഞാൻ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. ഇലക്ട്രിക് ബീറ്ററാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വിസ്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കറക്കുകയോ അല്ലെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യത്തില്ലേ, അങ്ങനത്തെ രീതിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ബെറ്റർ എന്ന് പറയുന്നത്. നമ്മൾ തൈരൊക്കെ കടയത്തില്ലേ, അതേ കണക്ക് ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ആ വിസ്ക് ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടെ ക്രീമി ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഞാനിത് വീണ്ടും ആ തൈര് കടയുന്ന രീതിക്ക് തന്നെയാണ് വിസ്ക് ചരിച്ച് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഏതാണ്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ക്രീം ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയത് ശരിക്കും ഒരു 12 മിനിറ്റ് ആയപ്പോഴാണ് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ളത്. ഇനി അടുത്ത് ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ക്രീം കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇത് അറൗണ്ട് നന്നായിട്ടായിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ നമ്മൾ വിസ്ക് എടുക്കുമ്പോഴേക്കും നന്നായിട്ടൊരു പീക്ക് കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ടോട്ടൽ എനിക്കൊരു 15 മുതൽ ഒരു 20 മിനിറ്റിൻ്റെ അകത്തേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 1 കപ്പാണ് നമ്മൾ ക്രീം എടുക്കുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് ധാരാളമായിരിക്കും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കുവാനായിട്ട്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അമൂലിൻ്റെ ഡയറി പ്രോഡക്റ്റ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുകൊണ്ട് പുഡിങ്ങും ഐസ്ക്രീമും ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ശരിയായിട്ട് വന്നില്ല എന്ന് ഇനി ആരും പറയാൻ പാടില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.